വ്യവസായിക്യം സിന്ദാബാദ്. സമരം സിന്ദാബാദ്. സമരം സിന്ദാബാദ്. അടുപ്പൂട്ടി സമരം സിന്ദാബാദ്. വ്യാപാരിക്യം സിന്ദാബാദ്. വ്യവസായിക്യം സിന്ദാബാദ്. പിൻവലിക്കുക പിൻവലിക്കുക വിലവർദ്ധനവ് പിൻവലിക്കുക. കേവലം ഇത് യൂത്ത് വിങ്ങാണ് ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ നാളുകളിൽ ഇന്ന് KHRക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ നാളുകളിലെ ഈ ജില്ലയിൽ തന്നെ 50,000-ത്തോളം വരുന്ന വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും അടങ്ങുന്ന സംവിധാനവും വലിയ സമരമുഖത്തേക്ക് നീങ്ങും. പാചക ഗ്യാസ് വില വർധനവിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നാടെങ്ങും വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അടുപ്പ് കൂട്ടിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു സമര പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്യാസ് വില കുത്തനെ വർദ്ധിപ്പിച്ച് ഹോട്ടൽ ബേക്കറി വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് അക്രം ചുണ്ടയിൽ പറഞ്ഞു. വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് അങ്ങാടിപ്പുറം യൂണിറ്റ് ഇന്ന് അടുപ്പ് കൂട്ടി സമരം ചെയ്തുകൊണ്ട് നേതൃത്വം നൽകിയത്. രാവിലെ 10 മണിക്ക് അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ നടന്ന അടുപ്പുകൂട്ടി സമരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഗ്യാസ് വിലവർദ്ധവിനെതിരെ വൻ ജനരോക്ഷമാണ് മുദ്രാവാക്യങ്ങളായി അണികളിൽ നിന്ന് ഉയർന്നത്. വ്യവസായിക്യം സിന്ദാബാദ്. സമരം സിന്ദാബാദ്. അടുപ്പൂട്ടി സമരം സിന്ദാബാദ്. വ്യാപാരിക്യം സിന്ദാബാദ്. വ്യവസായിക്യം സിന്ദാബാദ്. പിൻവലിക്കുക പിൻവലിക്കുക വിലവർദ്ധനവ് പിൻവലിക്കുക. ഗ്യാസ് വിലവർധന പിൻവലിച്ച് ജനങ്ങളെയും വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് അക്രം ചുണ്ടയിൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു സൂചന മാത്രമാണെന്നും ഈ സൂചന കണ്ടു പഠിച്ചില്ല എങ്കിൽ അതിശക്തമായ സമരമുഖത്തേക്ക് ഈ സംഘടന ഉണ്ടാകും. കേവലം ഇത് യൂത്ത് വിങ്ങാണ് ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ നാളുകളിൽ ഇന്ന് KHRക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ നാളുകളിലെ ഈ ജില്ലയിൽ തന്നെ 50,000-ത്തോളം വരുന്ന വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും അടങ്ങുന്ന സംവിധാനവും വലിയ സമരമുഖത്തേക്ക് നീങ്ങും. കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങും. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ സി അധ്യക്ഷനായിരുന്നു. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് അഷറഫ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ലത്തീഫ്, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ട്രഷറർ വി മുഹമ്മദ് അഷറഫ്, VK ആന്റണി, അബ്ദുൽ ഖാദർ, ബഷീർ, മനോജ്, പവിത്രൻ, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ കടുത്ത സമരവുമായി മുന്നോട്ടു പോകുമെന്ന് അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി നേതാക്കൾ തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളെ ഹോട്ടൽ മേഖലയിലും ബേക്കറി കൂൾബാർ മേഖലയിലും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ വിലവർദ്ധനവ് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ അതേമാതിരി ഒരുപാട് ഹോട്ടലുകൾ തുറക്കാതായിട്ടുണ്ട്. ഗ്യാസിന്റെ വിലവർദ്ധനവ് കാരണം തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കാനും കൂടി തികയാത്തൊരു സാഹചര്യമാണ്. ഈ ഒരു വിലവർദ്ധനവ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അത് സാധാരണ ജനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു കേസാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ആഹ്വാനപ്രകാരം 3 ദിവസങ്ങളായിട്ട് 7, 8, 9 ദിവസങ്ങളിൽ എല്ലാ യൂണിറ്റുകളിലും ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങാടിപ്പുറം ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഒരു മിനിമം ഒരു 15 സിലിണ്ടർ എങ്കിലും നമുക്ക് സബ്സിഡി ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഈ 15 സിലിണ്ടറിന്റെ മുകളിലോട്ടുള്ളത് നമുക്ക് വിലവർധനയായിട്ട് നമുക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എങ്കിലും ഒരു 15 സിലിണ്ടർ പോലും നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചെറിയ രീതിയിൽ ഒരു ആശ്വാസം കിട്ടും. എന്നാലും ചെറുകിട കടക്കാർക്ക് മാത്രമേ ഇത് ഒരു ആശ്വാസം ആവുന്നുള്ളൂ. വൻകിട കച്ചവടക്കാർക്ക് ഇത് തികച്ചും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ചായക്ക് 20 രൂപ 25 രൂപ എന്നുള്ള പ്രയാസമാവും. ഒരു കടക്കാരനെ സംബന്ധിച്ചും അത് ആളുകളോട് പറയാന്നുള്ളതും വലിയ പ്രയാസത്തിലുള്ള ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ. കാരണം ഒരാളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു ചായക്ക് 20 രൂപ എന്ന് പറയുമ്പോൾ ആ പറയുന്ന കടക്കാരൻ തന്നെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ തുടർന്നു പോയി കഴിഞ്ഞാൽ വലിയ ഒരു പ്രയാസം ഈ മേഖലയിൽ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതുകൊണ്ട് നേരത്തെ അഷ്റഫ് പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ആളുകൾക്ക് സബ്സിഡി ഇനത്തിൽ തന്നെ സർക്കാർ വാണിജ്യ മേഖലക്ക് ഗ്യാസ് അനുവദിക്കണം എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള കരിഞ്ചന്ത ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം പല ആളുകളും ഇത് ഗ്യാസ് സിലിണ്ടർ
കൂടിയ വിലക്കാണ് പല കടക്കാരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പൂഴ്ത്തിവെപ്പ് ഈ മേഖലയിൽ വളരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതും സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിലുള്ള പരിശോധനയും കാര്യം കൂടിയും ശക്തമാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ. We create your future and the world safe in our hands. We need to prepare our students for their future because we are preparing students for jobs that have not been invented yet. We should be preparing students to be global. 21st century citizens are lifelong learners. Discipline is our first aim. We are trying to make the basic foundation stronger with highly skilled teachers. We encourage your kids' talents. World-class environment. Getting an international level of education to children of common people was out of dreams till yesterday. We just started. AUP School, Padaikara, Perindalmanna, Malappuram.